ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സലിലെ എക്സാക്ട് ഫംഗ്ഷൻ എന്താണ്. നമ്മൾ നോർമലി പറയും എക്സാക്ട് എന്ന് പറയുന്നത് അതുപോലെ അല്ലെ. ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ എക്സാക്ട് മറ്റൊരാളെ പോലെയാണ് തോന്നുന്നത് അല്ലെ. എ എ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എ പോലെ എക്സാക്ട് ആണ്. എങ്ങനെയാണ് എക്സാക്ട് ഫംഗ്ഷൻ? അപ്പോൾ എക്സലിൽ എങ്ങനെയാണ് എക്സാക്ട് ഫംഗ്ഷൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരേപോലെ ഇപ്പം നോക്കിയേ, ഇവിടെ നമുക്ക് ഡാറ്റയുണ്ട്. ഡാറ്റ 1ഉം ഡാറ്റ 2ഉം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടോ എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാം എക്സാക്റ്റ് ആണ്. രാമു 0, രണ്ടിടത്തും 0 ആണ്. ഹീറോ 45, 126 എക്സാക്റ്റ്. അപ്പം ഇത് രണ്ടും എക്സാക്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈന്യൂട്ട് ഡിഫറൻസ് ഇവർക്കുണ്ടോ എന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാം, ചെക്ക് ചെയ്യാം. സോ റിസൾട്ട് എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഫംഗ്ഷന്റെ പേര് എക്സാക്റ്റ് ആണ്. അപ്പോൾ ഇസ് ഈക്വൽ ടു എക്സാക്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു, ഓപ്പൺ ബ്രാക്കറ്റ് എക്സാക്റ്റ് ഓഫ് ആദ്യത്തെ ഡേറ്റയിലെ ആദ്യത്തെ D6, E6 ക്ലോസ് ബ്രാക്കറ്റ് എൻ്റർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? എക്സാക്റ്റ് D6, E6, അതായത് D6ലെയും E6ലെയും ഡേറ്റാസ്, അതായത് രാമു എന്ന് പറയുന്നത് എക്സാക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ നോക്കുമ്പോൾ റിസൾട്ട് വരുന്നിരിക്കുന്നത് ഫോൾസ് ആണ്, അല്ല. നമ്മൾ ഇതേ ഇക്വേഷൻസ് താഴത്തോട്ട് ഡ്രാഗ് ചെയ്തു. ഇവിടെ നമ്മൾ 0, ഇവിടെയും 0 എഴുതി. പക്ഷെ എക്സാക്റ്റ് ആണോ? അല്ല, ഫോൾസ് ആണ്. ഹീറോ ഫോൾസ് ആണ്. ഇവിടെ 45 ട്രൂ ആണ്. 126 ഫോൾസ് ആണ്. എക്സാക്റ്റ് ട്രൂ ആണ്. പിന്നെ എന്താ മനസ്സിലാവും? നമ്മൾ ഒറ്റ ഇതിൽ നോക്കുമ്പോൾ ഡേറ്റാസ് എല്ലാം സെയിം ആണ്. പിന്നെ എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു? ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. രാമു എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോൾ ലെറ്റേഴ്സും ആണ്. ഇവിടെ മൊത്തം എല്ലാം അപ്പർ കേസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് തിരിച്ച് കൊടുക്കുക. രാമു ഞാനിവിടെ മൊത്തം അപ്പർ കേസിലിട്ടു, എൻ്റർ അടിച്ചു. നോക്കുക, റിസൾട്ട് കണ്ടു, അത് ട്രൂ ആയി. ഇനി ഇവിടെ 0, ഇവിടെ 0. ഇതും സെയിം കേസ് തന്നെയാണ്. ഇവിടെ ക്യാപ്സ് ലെറ്റർ ആണ്, ഇവിടെ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ക്യാപ്സ് ലെറ്റർ ഇട്ട് കൊടുത്തു, എൻ്റർ അടിച്ചു, അത് ട്രൂ ആയി. ഇവിടെ നോക്കിയേ, ഹീറോ നമ്മൾ ഒറ്റ രീതിയിൽ നോക്കുമ്പോൾ തന്നെ രണ്ടും ഒരുപോലെയാണ്. ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ ആണ്. നമ്മളിനി ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കി, കണ്ടോ, ഇവിടെ ഹീറോ കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ ഹീറോ കഴിയുമ്പോൾ സ്പേസ് ഇല്ല. അപ്പോൾ ആ സ്പേസ്, ആ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ നമ്മുടെ എക്സലിൽ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ നോക്കുമ്പോൾ ആ സ്പേസ് ആണ് ഇഷ്യൂ. നമ്മൾ ആ ബാക്ക് സ്പേസ് അടിച്ചു, എൻ്റർ അടിച്ചു, അവിടെ ട്രൂ ആയി. ഇവിടെ 45 ട്രൂ ആണ്. ഇവിടെ നോക്കിയേ, 45 പോലെ തന്നെയാണ് 126ഉം 126ഉം. അത് ഫോൾസ് ആയി. അപ്പോൾ നമ്മളത് ക്രോസ് ചെക്ക് ചെയ്തു. 126 തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. രണ്ടാമത് ഇവിടെ ക്രോസ് ചെക്ക് ചെയ്തു. നോക്കിയേ, 125.5. അത് നമ്മൾ എക്സാക്റ്റില് നമ്മൾ റൗണ്ട് ചെയ്തപ്പോൾ കിട്ടുക 126 എന്ന് പറഞ്ഞത് അല്ലേ. നമ്മൾ അത് ഇവിടെ 126 ഇട്ടു, അപ്പോൾ അത് ട്രൂ ആയി. പിന്നെ എക്സാക്റ്റ് അതിനെല്ലാം ഒരു തെറ്റുകളും ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ എക്സലിലെ എക്സാക്ട് ഫംഗ്ഷന്റെ യൂസ് എന്ന് പറയുന്നത്.